വ്യക്തി തന്നെ അനുഭവിച്ചുകൊണ്ട് വരിക. എന്നിട്ട് ആ വ്യക്തി ഇന്റർവ്യൂവിൽ വന്നിരിക്കുന്ന സമയത്തും അവർക്ക് തന്നെ സംഭവിച്ചത്. അവിടെയും ഈ ഇൻഇക്വാലിറ്റി തന്നെയാണ്. കാരണം ആ ഇന്റർവ്യൂവിലാണെങ്കിൽ പോലും രണ്ടുപേര് വന്നിരുന്നിട്ട് ഒരുപോലെ അവരവരുടെ അഭിപ്രായം എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ആങ്കറല്ല ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അവൻ്റെ ഒപ്പം വന്നിരുന്നിട്ടുള്ള ആ കോ ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ഇവൻ തന്നെയാണ്, ഷൈൻ തന്നെയാണ്. ഐ തിങ്ക് ദിസ് ഗൈസ് ക്രാക്ക് എന്ന് തന്നെ പല ആൾക്കാരും പറയും. ഐ തിങ്ക് ഹൈ ടൈം ദറ്റ്. പക്ഷേ ചില ആൾക്കാർ ഇങ്ങനത്തെ ആറ്റിറ്റ്യൂഡൊന്നും ചേഞ്ച് ചെയ്യില്ല. സുരക്ഷിതത്വം ഉറപ്പാക്കുന്ന സമയത്ത് സംസാരിക്കാൻ പോലും സമ്മതിക്കുന്നില്ല, അല്ലെങ്കിൽ കാര്യങ്ങൾ പറയുന്നത് കേൾക്കാൻ പോലും ആൾക്കാരില്ല എന്ന് തോന്നുമ്പോൾ എണീറ്റ് പോയാലത് വേറെ എനിക്ക് നിവൃത്തി ഉണ്ടായിരുന്നില്ല. അവിടെ ആർട്ടിസ്റ്റുകൾ, 2 മെയിൽ ആർട്ടിസ്റ്റുകൾ തന്നെ, അവർക്ക് ക്യാരവാൻ ഉണ്ട്. എനിക്കൊരു റൂം തന്നു. എന്തുകൊണ്ട് അവര് താൻ മെയിൽ ആക്ടർ എന്ന് പറയുന്ന ആ വ്യക്തിയുടെ പേര് പറഞ്ഞിട്ട് ആ വ്യക്തികളല്ലേ അതുപോലെ ചെയ്തിട്ടുണ്ടോ? ഞാൻ ലൊക്കേഷനിൽ പോലും അവന്റെ അടുത്ത് പറയാം ഇവർക്ക് നല്ല കാര്യം കൊടുക്കണം. അങ്ങനെയുണ്ട് ഇവിടെ നമ്മൾ കാര്യം ഒഴിഞ്ഞു കൊടുത്തിട്ടില്ലേ? അപ്പൊ തന്നെ ഞാൻ പറ്റില്ലേ? അപ്പൊ ബാക്കി ചെയ്യുന്ന ആളുകൾ ഞാൻ വ്യക്തികൾ വേറെ വ്യക്തികളുടെ പേര് പറ. ആ വ്യക്തികളുടെ ഞാൻ ചോദിച്ച കാര്യം എല്ലാ വ്യക്തികളുടെ കാര്യം പേര് പറ. അത് അങ്ങനെ പറഞ്ഞു മെയിൽ എന്ന് പറഞ്ഞ മെയിലാണല്ലേ. അപ്പൊ ആ വ്യക്തികളുടെ പേര് പറ. ഷൈൻ അങ്ങനെ ചെയ്യുന്നത് ആരും പറഞ്ഞു. അത് പറഞ്ഞില്ല. പക്ഷെ മെയിൽ ആയത് നടക്കുന്നു പറഞ്ഞില്ലേ? അത് പറഞ്ഞില്ലേ? അതൊക്കെ മെയിലിന് എന്തിനു ഉപയോഗിക്കണം? വ്യക്തിനെ പറഞ്ഞൂടെ? വ്യക്തിനല്ലേ പറയേണ്ടത്. അപ്പൊ പിന്നെ കുറ്റം പറയാൻ പാടില്ല. മെയിൽ കൊണ്ട് ആ വ്യക്തികളുടെ പേര് പറയണം. ആ വ്യക്തികളെ കുറിച്ച് പറഞ്ഞോ? മെയിൽ പറഞ്ഞു ഞാൻ പഠിച്ചേ ഷൈനും മെയിലാണ്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും സ്ത്രീ പറഞ്ഞിട്ടുണ്ടോ? കുറ്റം പറയണ്ട. നീ അതിനടിക്കോ ചങ്ങാതി? ഈ പിന്നെ വിവേകാനന്ദൻ വൈറലാണെന്ന് പറഞ്ഞിട്ട് ഷൈൻ ടോം ചാക്കോന്റെ ഒരു പുതിയ മൂവിയുണ്ട്. ഷൈൻ ടോം ചാക്കോ, സ്വാസിക, പിന്നെ ഗ്രേസ്, പിന്നെ മറീന മൈക്കിൾ അല്ലേ? മറീന മൈക്കിളുടെ ഒരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയുടെ ക്ലിപ്പാണ് നിങ്ങൾ ആദ്യം കണ്ടിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ രണ്ടാമത്തെ ഇപ്പോൾ ലാസ്റ്റ് നിങ്ങൾ കണ്ടിട്ടുള്ള ആ പോർഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഹൈദർ അലിയുടെ ചാനലിൽ അവർ ഇന്നലെ കൊടുത്തിട്ടുള്ളൊരു ഇൻ്റർവ്യൂവിൽ പിന്നെ മറീന മൈക്കിൾ എണീറ്റ് പോയി. അത് ഷൈൻ ഭയങ്കര ഓവർ റിയാക്ട് ചെയ്ത് സഹിക്കാൻ പറ്റാതെ അവർക്ക് കാര്യങ്ങൾ എന്താ പറയുക പറയുന്നൊരു സംഭവം പോലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അവർ എണീറ്റ് പോകുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായി. സാധാരണഗതിയിൽ ഇൻ്റർവ്യൂവിൽ ഇപ്പോൾ നമ്മൾ റീസെൻ്റായിട്ട് കാണുന്ന ഒരു ഗിമ്മിക്കാണ്. എന്തെങ്കിലും ഈ വരുന്ന വ്യക്തികൾ പ്രീ പ്ലാൻഡ് ആയിട്ട് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായിരിക്കുന്നു, പ്രീ പ്ലാൻഡ് ആയിട്ടൊരു സംഭവം ഉണ്ടായി, അത് ഇഷ്യൂ അവർ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടുന്നു. ആ ഒരു ചെറിയ ക്ലിപ്പ് ആദ്യം പ്ലേ ചെയ്യുന്നു, അങ്ങനെ അത് ഒരു പ്രശ്നമാവുന്നു. ഇത് നമ്മൾ ഈയിടെയായിട്ട് ഒരു സ്ഥിരമായിട്ട് ഇങ്ങനെ കാണുന്നതാണ്. അപ്പോൾ ഇന്നലെ ഞാൻ ഈ ഒരു ഇൻ്റർവ്യൂ കണ്ട സമയത്ത് ഫസ്റ്റ് ഞാനും ഇതന്നെ ചിന്തിച്ച് ഇപ്പം ഇത് ഈ പടത്തിൻ്റെ പ്രൊമോഷനൊക്കെ ആയിരിക്കും ചോദിച്ചു. കാരണം ഏകദേശം 1 മണിക്കൂറോളം ഈ ഇൻ്റർവ്യൂ ഉണ്ട്. 1 മണിക്കൂറിൻ്റെ ലാസ്റ്റ് പോർഷനിലാണ് ഇത് വന്നിട്ടുള്ളത്. പക്ഷേ അതിനുശേഷം ഇന്നലെ മെറീനയുടെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ, മറീന മൈക്കിൾ കുരിശിങ്കൽ എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റാഗ്രാം പേജിലൂടെ അവരൊരു വീഡിയോ ഇട്ടു. ആ വീഡിയോ ലാസ്റ്റ് പ്ലേ ചെയ്യാം, അതിൻ്റെ കംപ്ലീറ്റ് പോർഷൻ കേട്ടോ. അപ്പോൾ ആ ഒരു വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ആ ഒരു വീഡിയോയിൽ മറീന എന്ത് കാര്യമാണോ അവിടെ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്, ആ ഉദ്ദേശിച്ച കാര്യം എന്താണ് ഈ ഷൈൻ ഈ ഒരു രീതിയിൽ റെസ്പോണ്ട് ചെയ്തെന്നുള്ളത് ആ ഒരു എക്സ്പ്ലനേഷൻ മറീന തന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മളിന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, വിഷയം അറിഞ്ഞവർക്ക് നിങ്ങളുടെ കമൻറ്റ് ചെയ്യാം. പക്ഷെ ഇതിൽ 1-2 കാര്യങ്ങൾ നമ്മുടെ അഭിപ്രായം പറയണമെന്നുണ്ട് കേട്ടോ. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഷൈൻ ഇപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള സംഭവം, ഷൈൻ പറഞ്ഞതെന്ന് വെച്ചാൽ ആടുങ്ങൾ ഞാൻ പെടുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കരമായിട്ട് ആ ഒരു പോർഷനാണല്ലോ നിങ്ങൾ കണ്ടതല്ലേ. ഞാൻ ഈ ഒരു വീഡിയോ തുടങ്ങുന്നതിന് മുന്നൊരു കാര്യം ബേസിക്കായിട്ട് ഞാൻ നമ്മളൊരാളെ വിലയിരുത്തുന്ന സമയത്ത് നമ്മുടെ ഒരു ആഗ്രഹം, നമ്മൾ പറയുന്നൊരു സംഗതി, നമ്മളൊരു കാര്യം പറയാൻ ഉദ്ദേശിക്കുന്ന സംഭവം ഒരാൾ കേൾക്കുക എന്നുള്ളത് വളരെ ബേസിക്കായിട്ട് ഒരാൾ പാലിക്കേണ്ട മര്യാദയാണ്. ഒരാൾ സംസാരിക്കുന്ന സമയത്ത് 2 പേരും ഇതുപോലെ വീഡിയോ ചെയ്യുമ്പോഴല്ല, 2 പേര് സംസാരിക്കുന്ന സമയത്ത് ഒരാൾ പറയുമ്പോൾ അതൊരാൾ മറ്റാൾ കംപ്ലീറ്റ് അയാൾ ആ ഒരു സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്യാൻ അനുവദിക്കുക എന്നുള്ള വളരെ ബേസിക് ആയിട്ടുള്ളൊരു മര്യാദയാണ്. ഈ ഒരു ഇൻ്റർവ്യൂ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഇൻ്റർവ്യൂവിൽ കംപ്ലീറ്റ് ആയിട്ട് ഷൈൻ ടോം ഈ മറീനേനെ ഒരു വിഷയം അവിടെ പറയാൻ സമ്മതിക്കുന്നില്ല. ഷൈൻ്റെ ഇൻ്റർവ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വിഭാഗത്തിന് ഭയങ്കര ഫണ്ണാണ്, കുറച്ച് വിഭാഗത്തിന് തീരെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് പല സിറ്റുവേഷനിലും ഷൈൻ്റെ ഇൻ്റർവ്യൂസിൽ ഷൈൻ്റെ പെർഫോമൻസ് തന്നെ പറയും, ഓവറായിട്ടുള്ള പെർഫോമൻസ്, എസ്പെഷ്യലി ഇതുപോലെ ഒരു കുറച്ച് അധികം എക്സ്പീരിയൻസ് അല്ലാത്ത ഇതുപോലെ എന്ന് പറയുക ആങ്കർ പറഞ്ഞതല്ല, അധികം എക്സ്പീരിയൻസ് അല്ലാത്ത ആങ്കേഴ്സ് വരുന്ന സമയത്ത്, ഇപ്പോൾ പഴയ ആ പാർവതിയുടെ ചെറിയ കുട്ടികളായിട്ടുള്ള ആങ്കേഴ്സ്, അല്ലെങ്കിൽ
കമ്പാരിറ്റീവ്ലി ഷൈനിനേക്കാളും ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ലേഡീസൊക്കെ അപ്പുറത്ത് വന്നിരിക്കുന്ന സമയത്താണ് ഷൈൻ ഇതുപോലെ ഓവർ ആക്ട് ചെയ്യുന്ന രീതിയിൽ ഞാൻ കണ്ടിട്ടുള്ളത്, വിച്ച് ഐ ഡോണ്ട് ലൈക്ക് പേഴ്സണലി. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യൂ കേട്ടോ. പക്ഷേ ഷൈൻ പറയുന്നതിൽ പലതും പോയിന്റ്സ് ഉണ്ട്. നമ്മളൊരു കാര്യം പറയുന്ന സംഭവത്തിൽ നമ്മൾ പറയുന്ന അതിലൊരു ഫാക്റ്റ് ഉണ്ടെങ്കിൽ, അതിലൊരു കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്തിട്ടില്ല, നമ്മൾ ആ രീതിയിൽ നല്ല രീതിയിൽ അതിന് റിയാക്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ പറയുന്ന കാര്യം പോലും ആൾക്കാർ മര്യാദയ്ക്ക് കേൾക്കില്ല. അത് ആ പറയുന്ന കാര്യത്തിന് എഫക്റ്റ് ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഷൈൻ്റെ പല കാര്യത്തിലും ഷൈൻ പറയുന്നതിൽ പോയിന്റ്സ് ഉണ്ടെങ്കിൽ പബ്ലിക്കിൻ്റെ ഇടയിലേക്ക് ഇത് എത്തുമ്പോൾ ഷൈൻ ഇങ്ങനെ ഒരു അലമ്പനും ഒരു ഈ രീതിയിലുള്ള ഒരു വ്യക്തിയായിട്ട് ഞാൻ സോഷ്യൽ മീഡിയയിലെ കമൻസ് ഒന്നും പല ആൾക്കാർ റിയാക്ട് ചെയ്യുന്നതിന് ആ വീഡിയോസൊക്കെ വരുന്നതിൻ്റെ അതിലെ കമൻസ് കണ്ടിട്ട് മനസ്സിലാക്കി കേട്ടോ. എനിക്കും അതേ പേഴ്സണലി ഷൈനെ ഒരു അലമ്പനായിട്ട് ഒരു ഇൻ്റർവ്യൂവിൽ ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ കൂടി അത് പറഞ്ഞ് ആകെ കൊളാക്കുന്ന ഒരു വ്യക്തിയായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടോ. ഇവിടുത്തെ ഈ ഒരു സിറ്റുവേഷൻ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അതിനുശേഷം നമ്മൾ ഈ വീഡിയോ ക്ലിപ്സ് പ്ലേ ചെയ്യാം. നിങ്ങൾ ഈ വീഡിയോ ഇൻ്റർവ്യൂ കണ്ടോന്നറിയില്ല, 1 മണിക്കൂറിന് മേലുള്ള ഇൻ്റർവ്യൂ ആയതുകൊണ്ട് ഒരുപക്ഷെ ചിലപ്പോൾ എത്രത്തോളം അതിന് ഇമ്പോർട്ടൻസ് അനുസരിച്ച് ഏകദേശം 1 ലക്ഷത്തിനനുസരിച്ചാണ് വ്യൂസ് വന്നിട്ടുള്ളത്. ഇതുപോലുള്ളൊരു സംഭവം റിയൽ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാത്തൊരു വിവാദം ഉണ്ടായിട്ട് കൂടി 1 ലക്ഷത്തോളമാണ് ആ വ്യൂസ് വന്നിട്ടുള്ളത്. പിന്നെയാണ് ഈ മറീനയുടെ വീഡിയോ വന്നിട്ടുള്ളത് കേട്ടോ. അതായത് ബേസിക്കലി ഇവിടെ അഡ്രസ്സ് ചെയ്യുന്ന ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഒരു ഇഷ്യൂവിനെ അഡ്രസ്സ് ചെയ്തു. അതായത് മറീന പറഞ്ഞിട്ടുള്ള സംഗതി എന്താ വെച്ചാൽ ഈ ഏതൊരു തൊഴിലിടവും സ്പെഷ്യലി അവർ വർക്ക് ചെയ്യുന്ന ഫിലിം ഇൻഡസ്ട്രിയിൽ സ്ത്രീകളെയും പുരുഷന്മാരെയും ഒരുപോലെയല്ല ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് മറീന പറഞ്ഞത്. ഓക്കെ, എന്നിട്ട് മറീനയുടെ 2 എക്സ്പീരിയൻസ് മറീന ഷെയർ ചെയ്യുന്നു. ഫസ്റ്റ് എക്സ്പീരിയൻസ് മറീന പറഞ്ഞ മറീനയ്ക്ക് അലർജി, സിവിയർ ഡസ്റ്റ് അലർജി ഉണ്ടായിട്ട് അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റാതെ ഡസ്റ്റ് അലർജി ഉണ്ടായിട്ട് അവർ ഹോസ്പിറ്റലിൽ പോയി കണ്ട സമയത്ത് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ചെന്ന് അവിടെ ഒരു 3 ദിവസം ബെഡ് റെസ്റ്റ് പറഞ്ഞു. പക്ഷേ എന്നിട്ടും അതിൻ്റെ പ്രൊഡ്യൂസർ അവരെ അവിടെ നിന്ന് കമ്പൽസറി ആയിട്ട് ഡിസ്ചാർജ് വാങ്ങി ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചതിന് ശേഷം ഷീ വാസ് ഫോഴ്സ്ഡ് ടു വർക്ക്. പിന്നെ അതിന് ശേഷമാണ് അവർക്കൊരു ഒരു റെസ്റ്റ് കിട്ടിയതെന്നുള്ള സിറ്റുവേഷൻ അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഒരു കാര്യം ഇതാണ്, ഇതിന് ഷൈൻ ഉടനെ തന്നെ കൗണ്ടർ ചെയ്യുന്നത്. അപ്പോൾ ഇവർ പറയുന്നത് വെച്ചാൽ ഇഫ് ഇറ്റ് വാസ് എ മെയിൽ ആക്ടർ ഇതാണ് ആ ഒരു ഡിബേറ്റ് അല്ലെങ്കിൽ ആ ഒരു വഴക്ക് സ്റ്റാർട്ട് ചെയ്യുക. വഴക്ക് തന്നെയാണ്, അല്ലാണ്ട് അപ്പോൾ മര്യാദയ്ക്ക് സംസാരിച്ചാൽ മതിയല്ലോ. വഴക്ക് പറഞ്ഞാൽ ഷൈനാണ് വഴക്കുണ്ടാക്കിയത്, മറ്റൊരു അപ്പോഴും കാമായിട്ട് നിൽക്കുകയായിരുന്നു, ഗ്രേസ് അപ്പുറത്ത് മര്യാദയ്ക്ക് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഈ സംഗതി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഈ ഒരു ഇത് ഉണ്ടായപ്പോൾ തന്നെ ഷൈൻ പറഞ്ഞു ഇതിൽ മറീന പറഞ്ഞിട്ടുള്ളത് അവർക്ക് തൊഴിലിടത്തിലൊരു ഇൻഇക്വാലിറ്റി അവർ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ് ആണെങ്കിൽ ഇത് ഫസ്റ്റ് മറീന അല്ല കേട്ടോ. ഒരു മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ തുറന്ന് പറയുന്നത് ഇതിന് മുന്നേ പറഞ്ഞ ആൾക്കാരുടെ സിറ്റുവേഷൻ എന്താണെന്നുള്ളത് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാം. അപ്പോൾ ഷൈൻ ഇതിനെ നേരെ ഡെഡിക്കേഷനാക്കി മാറ്റാണ്. അതായത് ഡെഡിക്കേഷൻ അല്ലെങ്കിൽ കമ്മിറ്റ്മെൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊന്നൊരു വിഷയമല്ല. ഓക്കെ, ഇപ്പോൾ ഡസ്റ്റ് അലർജിയുള്ള സമയത്ത് എനിക്ക് ജോലി ചെയ്തില്ല, എന്നെക്കൊണ്ട് പണിയെടുപ്പിച്ചു എന്ന് പറയേണ്ട ഒരു സിറ്റുവേഷൻ വരുത്തേണ്ട ആവശ്യമില്ല. കാരണം എന്താ വെച്ചാൽ മമ്മൂക്കയുടെ ഒരു എക്സാമ്പിൾ എടുത്തിട്ടാണ് ഷൈൻ പറയുന്നത്. അതായത് മമ്മൂക്കയ്ക്ക് 102 ഡിഗ്രി പനിയുള്ള സമയത്തും മമ്മൂക്ക ഒരു കുളിക്കേണ്ട ഒരു സീനോ അതായത് തണുപ്പിൻ്റെ എന്തോ സീന് മമ്മൂക്ക എടുത്തു. അതുപോലെ മമ്മൂക്കയും ലാലേട്ടനും പല പ്രീവിയസ് ഇതിലുള്ള ആക്ടേഴ്സൊക്കെ ഇന്നും സർവൈവ് ചെയ്തിട്ട് ഈ ഒരു ലൈം ലൈറ്റിൽ നിൽക്കുന്നത് ഇതേ സിറ്റുവേഷനിൽ തന്നെയാണ്. പ്ലസ് അതിന് പല എക്സാമ്പിൾസും പറയുന്നുണ്ട്. പഴയ കാലത്തുള്ള നടിമാർക്കൊക്കെ അവർക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പോലുള്ള സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല. അവർ ഈ ബെഡ്ഷീറ്റ് കൊണ്ട് മറിച്ചിട്ടൊക്കെയാണ് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ടുള്ളത്. എന്നിട്ടുള്ള പഴയ ആൾക്കാർ നടന്നു പറ്റുള്ള സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ ഷൈൻ പറയുന്നുണ്ട്. ഇത് ഷൈൻ കൗണ്ടർ ചെയ്യുന്നത് ഡെഡിക്കേഷനായിട്ടാണ്. അപ്പോൾ മറീന പറയുന്നത് വേറൊരു വിഷയം, ഇൻഇക്വാലിറ്റിയും അവർക്ക് ആ ഒരു പ്രോപ്പറായിട്ടുള്ള അവർക്ക് ഒരു റെക്കഗ്നീഷൻ കിട്ടുന്നില്ല എന്നുള്ള കാര്യമാണെങ്കിൽ ഇതിൻ്റെ ഇയാൾ ഈ രീതിയിൽ കൗണ്ടർ ചെയ്യുന്നത്. ഓക്കെ, ഒരു വിഷയം ഇത്. രണ്ടാമത്തെ വിഷയം, ഇവർക്ക് പീരിയഡ്സൊക്കെ ആയി നിൽക്കുന്ന ഒരു സമയത്ത് അവർക്ക് ആ ഒരു സെറ്റിൽ പ്രോപ്പർ ബാത്റൂമുള്ള ഒരു അക്കോമഡേഷൻ എന്തോ അവർക്ക് കിട്ടിയില്ല. അതിനുശേഷം ഒരു ബാറിനടുത്തുള്ള വേറൊരു സെറ്റിൽ അവർക്ക് ഇതുപോലെ ഹോട്ടലിൽ പിന്നെ ഇത് കൊടുത്തു, അക്കോമഡേഷൻ കൊടുത്തു. അപ്പോൾ അവർക്ക് അതുകൊണ്ട് ഒരുപാട് സ്വാഭാവികമായിട്ട് ഉണ്ടായിരിക്കുമല്ലോ അല്ലേ. ഇതാണ് അവർ വീണ്ടും എടുത്ത് പറഞ്ഞിട്ട് അങ്ങനെ ആ സമയത്ത് മെയിൽ ആക്ടേഴ്സിനെ കാരവൻ കൊടുത്തിരുന്നു. പക്ഷേ ആ മെയിൽ ആക്ടേഴ്സ് ഉണ്ടായിരുന്നവർ അവരുടെ കാരവനിൽ അവരെ വാഷ്റൂം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മറീനെ പെർമിറ്റ് ചെയ്തു എന്നുള്ള ആ ഒരു ഇൻഡിവിജ്വൽ വ്യക്തികൾ ആ പറഞ്ഞിട്ടുള്ള ആൾക്കാരെ നല്ലതാക്കി മറീന പറയുന്നു. ഓൺ ദ സെയിം ടൈം മറീന പറയുന്നത് പൊതുവെ സ്ത്രീകൾക്ക് ഇതുപോലുള്ള ഡിസ്ക്രിമിനേഷൻ ഫീൽ ചെയ്യുന്നുണ്ട് ഫിലിം ഇൻഡസ്ട്രിയിൽ എന്ന് പറഞ്ഞു, സെറ്റുകളിൽ എന്ന് പറഞ്ഞു. വിച്ച് ഇസ് ട്രൂ. ഇപ്പോൾ നമുക്കുള്ള കോൺടാക്ട്സ് ഒക്കെ വെച്ച് നോക്കുന്ന സമയത്തും ദിസ് ഇസ് ട്രൂ. അത് കാരണം ആ ഒരു ഡിഫറൻസ് ഏതൊരു തൊഴിലിടത്തിലുണ്ടായിരിക്കും, ഏതൊരു സ്ഥലത്തും അതുണ്ട്. ഷുവറാണ്, ഫിലിം ഇൻഡസ്ട്രിയിൽ അതുണ്ട്, 100% ഷുവറാണ്. ഇതൊക്കെ ആരൊക്കെ എന്താണ് പുറത്ത് പറയാൻ നിന്നിട്ടുണ്ടോ അവരൊക്കെ ഇപ്പോൾ എവിടെ അഡ്രസ്സ് പോലും ഇല്ല അല്ലേ. പാർവതിയുടെ കേസ് നമ്മൾ കണ്ടാണ്, പാർവതി തിരുവോത്ത് പറഞ്ഞ കേസിൽ എവിടെ എത്തി. പക്ഷേ പാർവതി പറഞ്ഞത് വേറൊരു സംഗതിയാണ്. പക്ഷെ അതുപോലെ പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്. പിന്നെ മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ളൊരു വിഷയം, ഒരു വലിയൊരു കേസിന് ഒരു അന്വേഷണ കമ്മീഷനൊക്കെ നിയമിച്ച് അന്വേഷണ കമ്മീഷനൊക്കെ റിപ്പോർട്ടൊക്കെ സമർപ്പിച്ച് ആ റിപ്പോർട്ടിൻ്റെ കഥ എന്താ, അതിൻ്റെ ഫെയ്റ്റ് എന്താ, അതിന് എന്തെങ്കിലും നടപടി എടുത്തു, അതിൻ്റെ കാര്യങ്ങളൊന്നും എവിടെ ആരും പുറത്തും പറയുന്നില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു സംഗതി പറഞ്ഞ സമയത്ത്
ആണ് ഷൈൻ ചൂടാവുന്നുണ്ട്. എന്തിനാണ് മെയിൽ ആക്ടേഴ്സ് എന്ന് പറഞ്ഞത്? ആക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ പോരെ, എന്തിനാണ് മെയിൽ എന്ന് പറഞ്ഞിട്ടുള്ളത്? കാരണം കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് കാരവൻ്റെ ഈ വിവേകാനന്ദൻ വൈറലായി എന്ന് പറഞ്ഞ സിറ്റുവേഷനിൽ കാരവൻ്റെ സിറ്റുവേഷൻ ഉണ്ടായ സമയത്ത് ഞാനല്ലേ അത് കയറി ഇടപെട്ട് നിങ്ങൾക്ക് ശരിയാക്കി തന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും മെയിൽ സാറിനെ അടച്ചാക്ഷേപിക്കുന്ന സമയത്ത് അതിൽ ഞാനും പെടില്ലേ? ഏത് മറ്റേ പടം ഉണ്ടല്ലോ കട്ടപ്പനയിൽ ഋത്തിക് റോഷനിൽ പറയില്ലേ, ഞാൻ നന്നായാൽ ലോകം നന്നായാൽ പാകിസ്ഥാൻ നന്നാവും. അങ്ങനെ ഞാൻ സലീം കുമാർ പറഞ്ഞൊരു ഫേമസ് ഡയലോഗ് ഉണ്ടല്ലോ, അങ്ങനെ എൻ്റെ ഇതിൽ പാകിസ്ഥാൻ നന്നാവണ്ട, ഭാരത് മാതാ കി ജയ് എന്നൊക്കെ പറഞ്ഞിട്ട് സലീം കുമാർ പറഞ്ഞ ഡയലോഗ് ഓർമ്മ വന്നു. പക്ഷേ ഷെയ്ൻ പറഞ്ഞതിൽ ഒരു സ്വാഭാവികമായിട്ടും ഒരു എക്സാമ്പിൾ എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചില കേസസിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് അങ്ങനെ ഒരു ജനറലൈസ് ചെയ്ത് പറയുന്ന സമയത്ത് ഇതിൽ ഉൾപ്പെടാത്ത ആൾക്കാരും കൂടി ഇതിൽ പെടും. ആ ഭാഗത്തുള്ള എല്ലാ ആൾക്കാരും അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ഇതിലുള്ള വിഭാഗത്തിലുള്ള എല്ലാ ആൾക്കാരും ഇങ്ങനെയെന്ന് പറയുമ്പോൾ അതിൽ ഇൻഡിവിജ്വൽസ് ആയിട്ട് ഇത് ഒന്നും പെടാത്ത ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ അത് ജനറലൈസ് ചെയ്യാൻ പറയാൻ പറ്റില്ല. പക്ഷേ ഇവർ ഈ മെറീന പറഞ്ഞിട്ടുള്ള ഒരു വിഷയം എന്ന് പറഞ്ഞാൽ അവർക്ക് നേരിട്ടുള്ള സംഭവമാണ്. അവരത് ജനറലൈസ് ചെയ്യുന്ന പറഞ്ഞാൽ അതുപോലെ പല ആൾക്കാരും നേരിട്ടിട്ടുണ്ട്. ഇതൊക്കെ ഈ പറയുന്ന സമയത്തും ഈ ഷൈൻ കിടന്നിട്ട് ഭയങ്കരമായിട്ട് ഈ ചങ്ങാതി എന്നെ തല്ലുമെന്ന് വരെ തോന്നിപ്പോയി. ഭയങ്കരമായിട്ട് ചൂടാകുന്ന സമയത്ത് തന്നെ കാമായിട്ട് ഡീൽ ചെയ്യുന്നുള്ള ഗ്രേസ് അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഗ്രേസിൻ്റെ ഭാഗത്തു നിന്നാണെന്നുണ്ടെങ്കിലും നമ്മുടെ ഈ മറീനയുടെ ഭാഗത്തു നിന്നാണെങ്കിലും ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരുന്ന് സംസാരിക്കുന്ന സമയത്ത് കാണിക്കേണ്ട ആ ഒരു മെച്യൂരിറ്റി അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അത് ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞത് വളരെ ബേസിക് ആയിട്ട് ഒരാൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഒരു ലിസണിങ് സ്കില്ലല്ല, ലിസൺ ചെയ്യാനുള്ള ഒരു ക്ഷമ വേണം. ഒരാളൊരു കാര്യം പറയുന്ന സമയത്ത് അയാളെ കേൾക്കാനുള്ളൊരു മനസ്സുണ്ടാവുക പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല. ഓക്കെ, ഇപ്പോൾ ഷെയ്ൻ ഇതിനെ പറഞ്ഞൊരു സംഭവമാണ്. അതായത് ഈ പറഞ്ഞ ഇൻഡിവിജ്വൽ ആൾക്കാരെ പറ്റി പറയാതെ, ഈ പറഞ്ഞ മെയിൽസ് എന്ന് പറയാതെ ഇൻഡിവിജ്വൽ ആ ഒരു വ്യക്തിയുടെ പേര് എന്തുകൊണ്ട് പറയുന്നില്ല എന്നിട്ടാണ് ഈ ചങ്ങാതി ഭയങ്കരമായിട്ട് ചൂടാവുന്നത്. അതായത് ആളുടെ പേര് ഇന്ന ആളാണ് എനിക്കിത് നിഷേധിച്ചത്, അല്ലെങ്കിൽ ഇന്ന ആളാണ് എന്നെ ബുദ്ധിമുട്ടിച്ചത്, ഇന്ന ആളാണ് എനിക്ക് ഈ ഒരു ഈക്വാലിറ്റിയുടെ അത് തരാതിരുന്നത് പറഞ്ഞാൽ എന്താ കുഴപ്പമെന്നുള്ളത്. അല്ല, ബെസ്റ്റ് ഡയലോഗ്. നമുക്ക് എവിഡൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, ഫിലിം ഇൻഡസ്ട്രിയിൽ ഒരുപാട് ഈഗോ ഉള്ള ആൾക്കാരാണ്. അതായത് പവറും ഉണ്ടായിരിക്കും, അവരുടെ കയ്യിൽ ഈഗോ ഉണ്ടാവും, മണിയുണ്ട്, പവറുണ്ട്, ഒപ്പം ഈഗോ ഉള്ള ആൾക്കാരാണ്. അപ്പോൾ ഇതുപോലുള്ള സിറ്റുവേഷനിൽ പറയാത്ത കാര്യങ്ങൾ തന്നെ വളച്ചൊടിച്ചിട്ട് പല ആൾക്കാർക്കും ഈ പൊതുവെ അത്ര ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അത്ര അധികം ഇന്ന് ആ ഇൻഡസ്ട്രിയിൽ നിലനിന്ന് കുറേ കാലങ്ങളായിട്ട് ഇല്ലാത്ത ആൾക്കാരുണ്ടല്ലോ, അവരൊക്കെ ഇതുപോലുള്ള കാര്യങ്ങൾ പറയുന്ന സമയത്ത് അവരൊക്കെ ഏത് രീതിയിലാവും ഇവരൊക്കെ ഡീൽ ചെയ്യുക. അപ്പോൾ ആ വ്യക്തിയുടെ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് നടക്കാൻ പോകുന്ന ഈ ഇൻഡിസ്പെൻസിബിൾ എന്നുള്ളൊരു സംഭവമുണ്ട്. ഇൻഡിസ്പെൻസിബിൾ എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട്ലി എസെൻഷ്യൽ, അതായത് ഒഴിവാക്കാൻ പറ്റാത്തൊരു വ്യക്തി അല്ലേ. അതുപോലെ അവനവൻ്റെ ഇതുകൊണ്ട് ഒഴിവാക്കാൻ പറ്റാത്ത ആ ഒരു സ്പോട്ട് നേടിയെടുത്തിട്ടില്ലാത്തൊരു വ്യക്തിയാണ് മറീന മൈക്കിൾ. ആണെങ്കിൽ ഒരുപാട് പേര് അല്ലേ, ഞാൻ ഉദ്ദേശിച്ചത് മറീന മൈക്കിളിനെ ഇതാക്കി പറയല്ല. പക്ഷെ എന്താ വെച്ചാൽ മറീന ഇല്ലാന്നുണ്ടെങ്കിലും ആ ഒരു പടം ഓടും. ഓക്കെ, അതല്ല നേരെ മറിച്ച് ഇപ്പോൾ വലിയ നടന്മാരാണ് പൃഥ്വിരാജും മറ്റേ ജയസൂര്യ. അപ്പോൾ അവരൊക്കെ കണ്ടിട്ട് ആ ഒരു ക്യാരക്ടേഴ്സ് ഞാൻ പറഞ്ഞില്ലേ അതുപോലുള്ള സിറ്റുവേഷനിലല്ല. അപ്പോൾ ആ ഇൻഡിസ്പെൻസിബിൾ എന്നൊരു വാക്ക് വളരെ ഇമ്പോർട്ടൻ്റാണ്. അവർക്കാണ് സിനിമേനെ വേണ്ടത്. അപ്പോൾ അവർ ആ ഒരു ക്യാരക്ടറിൽ അവരിപ്പോൾ പറയുകയാണ് ഈ വ്യക്തികൾ കാരണമാണ് എനിക്ക് ഈ സെറ്റിൽ ഇഷ്യൂസ് ഉണ്ടായി. ഇപ്പം തന്നെ അവർക്ക് ഇഷ്യൂസ് ഉണ്ടാവാം. ഈ ഒരു ഒറ്റ വർത്തമാനം പറഞ്ഞതിന് മേലെ തന്നെ ഈഗോ ട്രിഗർ ചെയ്യാൻ പറ്റും. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും, ഈ ഒരു സംഗതിയുടെ പേരിൽ നെക്സ്റ്റ് അവർക്ക് ഈ അവർ തീരുമാനിക്കും ഈ ഒരു ആർട്ടിസ്റ്റ് ഇനി നമ്മളുടെ ഒരു പടത്തിലും വർക്ക് ചെയ്യേണ്ടതെന്നുള്ളത്. അത് അവരെ തന്നെ അഡ്വൈസായിട്ട് എഫക്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് അവർ ഐ തിങ്ക് കാരണം അവർ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ വന്നിട്ടത്. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞുകൊണ്ടെന്ന് വെച്ചാൽ ഈ ഷൈന് മറ്റുള്ള ഈ എന്താ പറയുക മെയിൽ കുറച്ച് ഷൈനേക്കാളും ഒന്നും കൂടി എക്സ്പീരിയൻസ്ഡ് ആൻഡ് ഒരു പിടിപാടുള്ള ആൾക്കാരുടെ കൂടെ ഇരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ ആക്ടേഴ്സിൻ്റെ കൂടെ ഇരിക്കുന്ന സമയത്ത് അയാളൊരു ഡിഫറെൻറ്റ് ആറ്റിറ്റ്യൂഡാണ്. ഇവർ ഈ രണ്ട് പെൺകുട്ടികളായതുകൊണ്ടാണ് ഈ ചങ്ങാതി ഈ രീതിയിലുള്ള ഷോ ഓഫ് കാണിച്ചത്, ഇതുപോലുള്ള ഷോ കാണിക്കുന്ന സിറ്റുവേഷൻ ഉണ്ടായിട്ടുള്ളത്. കാരണം ആ ഒരു ആറ്റിറ്റ്യൂഡല്ല. അപ്പോൾ സംഭവിച്ചത് എന്താ, നമുക്ക് റിയൽ ലൈഫിൽ ഇതുപോലെ സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടാവും. എനിക്ക് ഒരുപാട് പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ചില കാര്യങ്ങൾ ചില ആൾക്കാരോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് അവർ കേൾക്കില്ല. നമ്മൾ സെൻറ്റൻസ് പോലും കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കില്ല അല്ലേ, നമ്മൾ പറഞ്ഞതിന് ശേഷം അവർക്ക് പറഞ്ഞാൽ മതി. അപ്പോൾ എന്ത് ചെയ്യും, ഈദർ വി ഫൈറ്റ്, നമ്മളെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് നമ്മളും അതിലേക്കാരം കൂടെ ഒച്ചെടുത്തിട്ട് അവിടെ ഭയങ്കര ഒരു പ്രശ്നം അവിടെ സ്റ്റാർട്ടാവും. അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, എൻ്റെ ഒരു ക്യാരക്ടർ വെച്ച് ഞാൻ അങ്ങനത്തെ സിറ്റുവേഷനിൽ എന്താ ചെയ്യുക വെച്ചാൽ മിണ്ടാതിരിക്കുക. എനിക്ക് പിന്നെ ബോധിപ്പിച്ചിട്ട് കാര്യമില്ല, ഒഴിവാക്കി വിടുക. ചിലപ്പോൾ വിഷമത്തോടെ ആയിരിക്കാം, ചിലപ്പോൾ ഞാൻ ദേഷ്യം പിടിച്ചിട്ടായിരിക്കാം, എന്തെങ്കിലും സിറ്റുവേഷൻ ആയിരിക്കും. അതാണ് അവിടെ ഒരു മറീനയുടെ കേസിലുണ്ടായത്. കാരണം ഈ ചങ്ങാതി എന്തായാലും പറയാൻ സമ്മതിക്കില്ല. ഒരുപാട് പ്രാവശ്യം ഇവർ പറയുന്നു, പിന്നെയും ഇവൻ കട്ട് ചെയ്യുന്നു, ഗ്രേസ് ഇടപെടുന്നു, പിന്നെയും പറയുന്നു, പിന്നെയും കട്ട് ചെയ്യുന്നു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ലാസ്റ്റ് ഷീ ഈസ് ഫോഴ്സ് ടു റിമൂവ് ദ മൈക്ക് ആൻഡ് ലീവ്. അല്ലാണ്ട് വാട്ട് എൽസ് ഷീ കുഡ് ഡു അല്ലേ. അതാണ് അവിടെ നടന്നിട്ടുള്ളത്. എന്തെങ്കിലും പറയാം, എന്നാൽ നീ കണ്ട് പറഞ്ഞോ, നീ ഉണ്ടാക്കിക്കോ എന്നുള്ള രീതിയിൽ
ആവാം എണീറ്റ് പോയത്. അതല്ലാന്നുണ്ടെങ്കിൽ ഷീ മസ്റ്റ് ഹാവ് ഫെൽറ്റ് ഓൾറെഡി ഇതുപോലെ കാര്യങ്ങളൊക്കെ സെറ്റിൽ എവിടെയും ഇവിടെയൊക്കെ അനുഭവിച്ചിരിക്കുന്ന ഒരു വ്യക്തി, ഷീ ഈസ് അഗെയിൻ ഫേസിങ് ദ സെയിം തിങ് അറ്റ് ദ ഇന്റർവ്യൂ ഓൾസോ. അവിടെ ഹൈദർ അലി സപ്പോർട്ട് ചെയ്തു ഈ ഗ്രേസിനെയും മറീനെയും. പക്ഷേ ഈ വാസ് ട്രൈങ് ടു ബാലൻസ് തിങ്സ്. പക്ഷേ ഇതാണ് സംഭവം, ഇതേ ഒരു വ്യക്തി തന്നെ അനുഭവിച്ചുകൊണ്ട് വരിക, എന്നിട്ട് ആ വ്യക്തി ഇന്റർവ്യൂവിൽ വന്നിരിക്കുന്ന സമയത്തും അവർക്ക് തന്നെ സംഭവിച്ചത്. അവിടെയും ഈ ഇൻഇക്വാലിറ്റി തന്നെയാണ്. കാരണം ആ ഇന്റർവ്യൂവിലാണെങ്കിൽ പോലും രണ്ടുപേര് വന്നിരുന്നിട്ട് ഒരുപോലെ അവരവരുടെ അഭിപ്രായം എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ആങ്കറല്ല ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്, അവൻ്റെ ഒപ്പം വന്നിരുന്നിട്ടുള്ള ആ കോ ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ഇവൻ തന്നെയാണ്, ഷൈൻ തന്നെയാണ്. ഐ തിങ്ക് ദിസ് ഗൈസ് ക്രാക്ക് എന്ന് തന്നെ പല ആൾക്കാരും പറയും. ഐ തിങ്ക് ഹൈ ടൈം ദറ്റ്. പക്ഷേ ചില ആൾക്കാർ ഇങ്ങനത്തെ ആറ്റിറ്റ്യൂഡൊന്നും ചേഞ്ച് ചെയ്യില്ല. കാരണം ചില ആൾക്കാർ ഇങ്ങനെയാണ്, കാരണം അവർ ഡോമിനേറ്റിംഗ് ആണ് എന്ന് കാണും. ഞാൻ പറയുന്നത് മാത്രമാണ് ഭയങ്കരം, ഞാൻ പറയുന്നത് ഭയങ്കര തത്വങ്ങളാണ്, ആ രീതിയിലുള്ള ചിന്താഗതിയുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ വീഡിയോ അത്രയേ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാം കേട്ടോ.